നമസ്കാരം. ഇന്നത്തെ സന്ദേശം ഭഗവാൻ നിങ്ങൾക്ക് മുൻപിൽ ഈ സന്ദേശം എത്തിക്കുന്നു എങ്കിൽ അതൊരിക്കലും യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കാൻ സമയമായി, അല്ലെങ്കിൽ ചില സത്യങ്ങൾ അറിയാൻ സമയമായി എന്ന് തന്നെ കണക്കാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായും മാച്ചായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ഇതിൽ നിന്നും സ്വീകരിക്കേണ്ടത്. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്, വിട്ടുകളയുക. ഇന്നത്തെ റീഡിംഗ് എന്താണ്, അഥവാ ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ളതായ ആ സന്ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയുടെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി, ഇഷ്ടദേവത അല്ലെങ്കിൽ ഓം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ടും മാനസികമായി ഒറ്റപ്പെട്ടു പോയവരുടെ എനർജിയാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഒറ്റപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട് വിഷമിക്കുന്നവരുടെ എനർജിയാണ് കൂടുതലായും ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒറ്റപ്പെടൽ തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടാകില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവരുമുണ്ട് എന്ന് പുറമേ നിന്ന് കാണുന്നവർ കരുതും, അല്ലെങ്കിൽ ഒപ്പം ഏവരുമുണ്ട് എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ നിങ്ങൾ ഒരു ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു എന്ന് തന്നെ കാണുവാൻ സാധിക്കുന്നു. അഥവാ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് മാത്രമേ അറിയൂ, അതാണ് വാസ്തവം. ഒരു പക്ഷേ നിങ്ങൾ ഇത്രയും നാൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം കാര്യം ചിന്തിക്കാതെ അത്തരത്തിലായിരിക്കാം മുന്നോട്ട് പോയത്. അത് ജോലിയുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മുന്നോട്ട് ജീവിതം നയിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്നതായ വ്യക്തിക്ക് പിന്നാലെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോയിരുന്ന വ്യക്തികളായിരിക്കാം. ഇതിനെല്ലാം ഇടയിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ നിങ്ങളുടെ വളർച്ചയെക്കുറിച്ചോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകില്ല എന്നും കാണുവാൻ സാധിക്കുന്നു. ഈ കാരണത്താൽ ഇപ്പോൾ മനസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിഷമം അല്ലെങ്കിൽ നിരാശ, ദുഃഖം നിങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, ഇത്രയും നാളത്തെ പോലെയല്ല ഇനിയും നിങ്ങൾ ഇത്തരത്തിൽ ജീവിതം തുടരുകയാണ് എങ്കിൽ, അഥവാ ഇത്തരത്തിൽ നിങ്ങൾ ജീവിക്കുകയാണ് എങ്കിൽ ചിലപ്പോൾ ആരും അല്ലാതായി മാറും. മറ്റുള്ളവർ, അതായത് നിങ്ങൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നുവോ അവർ നിങ്ങളുടെ വില തിരിച്ചറിയില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിൽ മാറിക്കഴിയും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ ഇനി ഒരിക്കലും വൈകുവാൻ പാടുള്ളതല്ല. ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തണം, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അല്പം സമയമെങ്കിലും നിങ്ങൾ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. അതിനാൽ സാഹചര്യങ്ങൾ അത്തരത്തിൽ വന്ന് ചേരുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. ഇതിന്റെ മുന്നോടിയായി നിങ്ങളുടെ ഉള്ളിലെ നിരാശ നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. കാലം ഇനി നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. എത്ര വലിയ താഴ്ചയിലും നിങ്ങളെ ആ ശക്തി കൈപിടിച്ചുയർത്തും എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അതിനാൽ വിശ്വസിക്കുക. അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഈ ശക്തി നിങ്ങൾക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. ഈ ശക്തി നിങ്ങളിലെ നന്മ തിരിച്ചറിയുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് ഭഗവാൻ കാണുന്നു, അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. തിരികെ സഹായം ലഭിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അർഹമായത് എന്താണോ ആ അർഹമായ ഫലം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി കൊണ്ടുവന്നു തരും എന്നും നിങ്ങളുടെ വിശ്വാസം മാത്രം മതി അതിന് എന്നാണ് കാണുവാൻ സാധിക്കുന്നത്.
നിങ്ങളെ വലിയ ഉയരങ്ങളിൽ എത്തിക്കുക തന്നെ ചെയ്യും. ആ ഒരു മാറ്റം അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായി പോകുന്നത്, അഥവാ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരാനായി പോകുന്നത്. ഇത്രയും നാൾ നിങ്ങൾ ചെയ്തിരുന്ന ഒരു കാര്യം അത് ചിലപ്പോൾ വഴിമുട്ടി പോയിരിക്കാം. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ടായി എന്ന് വരാം. എന്നാൽ അതിൽ നിങ്ങൾക്ക് വലിയൊരു മാറ്റം വരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഒരു പുതിയ തുടക്കം തന്നെ പ്രപഞ്ചം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. നിങ്ങളിലെ എടുത്തുചാട്ടം നിങ്ങൾക്ക് പല തരത്തിലുള്ള തടസ്സങ്ങൾ, ദുരിതങ്ങൾ ജീവിതത്തിൽ വരുത്തി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ജീവിതത്തിൽ പലപ്പോഴും എടുത്തു ചാടിയതിനാൽ ഒരുപാട് കുത്തുവാക്കുകൾ നിങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. കൂടാതെ ചില ബന്ധങ്ങൾ വഷളാവുകയും ഇല്ലാതാവുകയും ചെയ്തിട്ടുള്ളതാകുന്നു. ഇതിനാൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായ സാഹചര്യമുണ്ട്. നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രം ഏതൊരു കാര്യവും പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരും എന്ന് കാണുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എന്തോ ഒന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നും കാണുന്നു. അത് ചിലപ്പോൾ അവസരങ്ങളാകാം, അല്ലെങ്കിൽ ബന്ധങ്ങളാകാം. അത് എന്ത് തന്നെയാണ് എങ്കിലും അവ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ അവ തിരികെ വരുന്നു എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളുടെ വിജയങ്ങളിൽ പുറമെ സന്തോഷിക്കുകയും എന്നാൽ മനസ്സ് നിറയെ അസൂയപ്പെടുന്നവർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഇവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ടാകാം. എന്നാൽ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ അവരെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ സാഹചര്യം പ്രപഞ്ചം തന്നെ നിങ്ങൾക്കൊരുക്കും എന്നുള്ളതാണ്. അവരിൽ നിന്നും അകലം പാലിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളെ മാനസികമായി തകർക്കാൻ നോക്കുന്ന ആ വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ്. ദാമ്പത്യ ജീവിതത്തിലും റിലേഷൻഷിപ്പിലും ഒരു മൂന്നാമതായ വ്യക്തിയുടെ ഇടപെടലുകൾ കാണുവാൻ സാധിക്കുന്നുമുണ്ട്. എന്നാൽ ഇവയിലെല്ലാം ഒരു വ്യക്തത ഉണ്ടാകുന്നതാണ്. ഉടനെ തന്നെ നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവർക്ക് മുൻപിൽ നിങ്ങൾ വിജയിക്കും എന്നുള്ളതാണ്. എത്ര തന്നെ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ വിജയിക്കും എന്ന വിശ്വാസം ഒരിക്കലും കൈവിടാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങളെ തേടിയെത്തുന്ന ഈശ്വരാധീനം നിങ്ങൾ ഒരിക്കലും നിരസിക്കാൻ പാടുള്ളതല്ല. അവയ്ക്കായി തുറന്ന് മനസ്സ് നിങ്ങൾ തുറന്നു തന്നെ വയ്ക്കണം എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഈ അധ്യായത്തിലൂടെ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിൽ കാണുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് നടക്കും എന്നുള്ളതാണ്. അപ്രകാരം ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരുന്ന ഒരു കാര്യമായിരിക്കാം, ഒരു നീതിയായിരിക്കാം. അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതായിരിക്കും. മറ്റുള്ളവർ അത് മറയ്ക്കുവാൻ അല്ലെങ്കിൽ തടയുവാൻ ശ്രമിച്ചാൽ പോലും അത് നടക്കില്ല എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നതായ ഇരുട്ട് മാറുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരു പ്രകാശം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നെഗറ്റീവായ ചിന്തകൾ മാറ്റുക. എന്തിനും ഒരു ശുഭ പ്രതീക്ഷ നിങ്ങൾ വയ്ക്കേണ്ടത് അനിവാര്യമാണ്. വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുമായി ബന്ധപ്പെട്ട് സംഭവിക്കും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത, സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി മാറാൻ പോകുന്നു എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. സാമ്പത്തിക പ്രയാസങ്ങൾ, നഷ്ടങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എങ്കിൽ, സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അവ ഇല്ലാതാകുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇപ്പോഴും നിങ്ങൾ മുൻപിലുള്ള അവസരങ്ങളായിരിക്കാം. അതായത് നിങ്ങൾക്ക്
മുൻപിലുള്ള അവസരങ്ങളായിരിക്കാം. എന്നാൽ നിങ്ങൾ അത് ഫോക്കസ് ചെയ്യാതെ മറ്റൊരിടത്തായതിനാൽ ഇവയെ തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അവ ഉടനെ നിങ്ങൾ തിരിച്ചറിയും എന്ന് മാത്രമല്ല, അത് നിങ്ങൾക്ക് പല വിധത്തിലും നേട്ടങ്ങൾക്ക്, അത് സാമ്പത്തികമായ ഉന്നതിയാകാം, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കും, നിങ്ങൾക്ക് നൽകും എന്നാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതായ സമയം വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സുരക്ഷയും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. ഒരു വ്യക്തിക്ക് അനിവാര്യമായ ഒന്നാണ് ശരിയും തെറ്റും മനസ്സിലാക്കുവാൻ സാധിക്കുക എന്നുള്ളത്. പലപ്പോഴും നിങ്ങൾ അതിൽ പരാജയപ്പെട്ട് പോയിട്ടുണ്ടാകാം. അത് മറ്റുള്ളവരുടെ ഇടപെടലിനാൽ കൂടിയാകാം. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്നും അകലുക. കാരണം ശരി തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അത്തരത്തിൽ നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ മറ്റൊരു വ്യക്തിയിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ലഭിക്കുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ സ്വയം ചിന്തിച്ച് തന്നെ പല കാര്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകലുകയും നല്ല സമയം അഥവാ നല്ല കാലം അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവുക. അത് നിങ്ങൾക്ക് നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ ദുഃഖങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകിയ സന്ദേശം ഇപ്രകാരമാകുന്നു.